നമസ്കാരം. 3 മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് ഒരു പരാജയം കൂടി താങ്ങാനാകില്ല. CPM-ന് കേരളം നഷ്ടപ്പെട്ടാൽ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും അധികാരമില്ലെന്ന കഠിന യാഥാർത്ഥ്യത്തെ നേരിടേണ്ടി വരും. BJP-ക്ക് സീറ്റും വോട്ട് നിലയും വർദ്ധിപ്പിക്കാനായില്ലെങ്കിൽ പാർട്ടിക്കും സംസ്ഥാന നേതൃത്വത്തിനും തന്ത്രങ്ങൾ മാറ്റേണ്ടി വരും. വോട്ടെടുപ്പിലല്ലാതെ ജനാധിപത്യത്തിൽ ഒരു പങ്കാളിത്തവും ഭരിക്കുന്നവർ നമുക്ക് അനുവദിക്കില്ല. 9-ാം തീയതി വിലപ്പെട്ടതാണ്. കള്ളവോട്ട് ചെയ്യുന്നവരും വോട്ട് ചെയ്യാത്തവരും ജനാധിപത്യത്തോട് ചെയ്യുന്നത് ഏതാണ്ട് ഒരേ അട്ടിമറിയാണെന്നും മറക്കരുത്. വിരലിൽ മഷി തെളിയും മുൻപ് മനസ്സിൽ ഭാവി തെളിയട്ടെ. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ BJP ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണന് സീറ്റില്ല. ഡോക്ടർ വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. സുതാര്യവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും സ്വീകരിച്ചു വരുന്നു. UDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ CPM ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചതിനെതിരെ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ BJP ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണന് സീറ്റില്ല. 2020 ആയിരിക്കും NDAക്ക് വേണ്ടി മത്സരിക്കുക. ഗോപാലകൃഷ്ണന് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് ഉണ്ടാകുമോ എന്നതിലും തീരുമാനമായിട്ടില്ല. ഡോക്ടർ വർഗീസ് ജോർജാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. PhD ബിരുദമുള്ള എഞ്ചിനീയറിംഗ് മേഖലയിലും മാനേജ്മെന്റ് മേഖലയിലും സ്വദേശത്തും വിദേശത്തും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ വർഗീസ് ജോർജ് 2020 പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. കൊടുങ്ങല്ലൂർ സീറ്റ് വേണമെന്ന് 2020യും BDJS-ഉം ആവശ്യപ്പെട്ടതോടെ NDAയിൽ തർക്കം ഉടലെടുത്തിരുന്നു. ഇതോടെ സംസ്ഥാന നേതൃത്വം തൃശങ്കുവിലായി. കൊടുങ്ങല്ലൂരിൽ B. ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. B. ഗോപാലകൃഷ്ണനായി ചുവരെഴുത്ത് പ്രചാരണവും തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് സീറ്റിനായി ഘടകകക്ഷികൾ രംഗത്തെത്തിയത്. തർക്കം വന്നതോടെ ഗോപാലകൃഷ്ണനായി തുടങ്ങിയ ചുവരെഴുത്തുകൾ പ്രവർത്തകർ നിർത്തിവെച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 ഏതാനും പഞ്ചായത്തുകളിൽ മേൽക്കൈ നേടിയിരുന്നു. ഇതാണ് സീറ്റിനായുള്ള അവകാശവാദത്തിന് കാരണമായതും ഒടുവിൽ വർഗീസ് ജോർജിലൂടെ കരഗതമായതും. എന്നാൽ കൊടുങ്ങല്ലൂർ സീറ്റ് മുൻപ് കൈയാളിയിരുന്ന BDJS BJPയുടെ നില മെച്ചപ്പെടുത്തുന്നതിൽ കാര്യമായ പങ്കുവഹിച്ച പാർട്ടിയാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കൊടുങ്ങല്ലൂർ സീറ്റ് വേണമെന്നിവർ ഇത്തവണ വാദിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല. മീഡിയ ടൈം മാള. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം റോഡ് ഷോയിലൂടെ ആരംഭിച്ചു. കയ്പമംഗലം അറവുശാല ബസ് സ്റ്റാൻഡിൽ നിന്ന് തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റോഡ് ഷോ പെരിഞ്ഞനം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥി KK വത്സരാജ് പ്രസംഗിച്ചു. LDF കൺവീനർ PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, നേതാക്കളായ KB ഹൈദ്രോസ്, KK അബീദലി, KV രാജേഷ്, മഞ്ജുള അരുണൻ, TK സുധീഷ്, PM അഹമ്മദ്, CK ഗിരിജ, അഡ്വക്കേറ്റ് AD സുദർശനൻ, KK രമേഷ് ബാബു, TK രാജു, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് എന്നിവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. സുതാര്യവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും സ്വീകരിച്ചു വരുന്നു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുക എന്നും കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. ഏപ്രിൽ 9-ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണെന്നും ജില്ലയിൽ ആകെ 25,23,810 വോട്ടർമാരുണ്ടെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ ഏപ്രിൽ 9-ന് വ്യാഴം രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം. നിലവിൽ ഉള്ള വോട്ടർ പട്ടികയിൽ ഇപ്പോൾ നമുക്ക് 25,23,810 വോട്ടർമാരാണുള്ളത്. അതിൽ 12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡറുമാണ് ഉൾപ്പെടുന്നത്. ശതമാനം നോക്കിയാൽ 51.5% സ്ത്രീകളും 48.49% പുരുഷന്മാരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ ആകെ 2839 പോളിംഗ് സ്റ്റേഷനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിന്റെ നിയോജക മണ്ഡലം തിരിച്ചുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് തരാം.
12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡർമാരുമാണ് വോട്ടർ പട്ടികയിലുള്ളത്. സ്ത്രീകൾ 51.5%, പുരുഷന്മാർ 48.49% എന്നതാണ് ശതമാനക്കണക്ക്. ജില്ലയിൽ ആകെ 2839 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പൊതുനിരീക്ഷകർ, ചെലവു നിരീക്ഷകർ, പോലീസ് നിരീക്ഷകൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയോഗിച്ചിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏപ്രിൽ 8 രാവിലെ 8 മുതൽ ജില്ലയിലെ നിശ്ചയിച്ചിട്ടുള്ള വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. പോളിംഗ് കഴിഞ്ഞ് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നതുവരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലൂടെ തത്സമയം വീക്ഷിക്കും. വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന 26 ബൂത്തുകൾ ജില്ലയിൽ ഉണ്ടായിരിക്കും. ഏപ്രിൽ 7 വൈകിട്ട് 6 പരസ്യ പ്രചാരണം അവസാനിക്കും. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുൻപ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തും. ഏപ്രിൽ 7 വൈകിട്ട് 6 മുതൽ ഏപ്രിൽ 9 വൈകിട്ട് 6 വരെ ആയിരിക്കും ഡ്രൈ ഡേ ഉണ്ടാവുക. പിന്നെ വോട്ടെടുപ്പ് ദിവസത്തെ പെരുമാറ്റച്ചട്ടവും ഇപ്പോഴത്തെ പെരുമാറ്റച്ചട്ടങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് അറിയിക്കുന്നതാണ്. ഇന്ന് രാവിലെ 11 മുതൽ നമ്മൾ നോമിനേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ RO ARO ഓഫീസുകളിലും നമ്മൾ നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. അതായത് 13 നിയോജക മണ്ഡലങ്ങളിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും 2 സ്ഥലത്ത് നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും വനിതാ അംഗങ്ങളെ ആക്രമിക്കുകയും ചെയ്ത CPM നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി UDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ആക്രി സാധനങ്ങളും അതുപോലെയുള്ള പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നതുവരെ കേവലം ഡ്രൈവറെ തലയിൽ കെട്ടിവെക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി, രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടുകൂടി, എന്നാൽ ശരിക്കും അത് നീക്കാൻ ചുമതലപ്പെടുത്തിയ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉത്തരവാദിപ്പെട്ട ഹെഡ് ക്ലർക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കിന്റെ ഉത്തരവാദിത്വത്തിലാണ് അവിടെ നടക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി അന്വേഷിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യരായിട്ടുള്ള നിയമപാലകന്മാർ അവരുടെ കടമ നിർവഹിച്ചോ എന്നതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ ഈ പിണറായിയുടെയും ഈ സഖാക്കളുടെയൊക്കെ ഗതി എന്താകുമെന്ന് നമുക്കിപ്പോ തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. KK രവി നമ്പൂതിരി, PK നൌഷാദ്, PD ജോസ്, പീറ്റർ പറയക്കാട്ട്, ഡേവിസ് പറയക്കാട്ട്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. CPIM അന്നമനട ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നമനടയിൽ യുദ്ധവിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്ക് മേൽ കടന്നുകയറി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന, രാജ്യങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ സാമ്രാജ്യത്വ നയങ്ങളോടാണ് അമേരിക്കയെ വിമർശിക്കുന്നുവെന്നാൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളെ വിമർശിക്കുന്നു എന്നുള്ള അർത്ഥം. അതിന്റെ മുന്നിൽ നിൽക്കുന്നതാരാണ്? അതും കാണണം. ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തി ആദ്യമായി ലോകത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധം അത് ന്യൂയോർക്ക് നഗരത്തിലായി. അമേരിക്കയുടെ ഹൃദയഭൂമി ന്യൂയോർക്ക് നഗരത്തിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. അവർ ഉയർത്തിപ്പിടിച്ച ബാനറിൽ എഴുതി, ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല, അയാൾ ഒരു യുദ്ധ കുറ്റവാളിയാണ്. അതാണ് എഴുതിയത്. സ്വന്തം രാജ്യത്തെ പ്രസിഡന്റിനെതിരായി, അമേരിക്കൻ സാമ്രാജ്യത്വ നയത്തിനെതിരായി, ഇറാന് നേരെ നടത്തുന്ന യുദ്ധത്തിനെതിരായി ലോകത്തിൽ ഉയർന്ന ആദ്യത്തെ പ്രതിഷേധം അമേരിക്കയുടെ മണ്ണിലാണ്, ന്യൂയോർക്കിലാണ്. അതിപ്പോ അമേരിക്കയിൽ എല്ലായിടത്തും നമ്മൾ ആ ജനങ്ങളോടൊപ്പം. CPIM ഏരിയ കമ്മിറ്റി അംഗം TK സതീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ, സിന്ധു ജയൻ, ശ്യാമള അയ്യപ്പൻ, TC സുബ്രൻ, ഡോക്ടർ ബിലു C നാരായണൻ, അഞ്ജലി സത്യനാഥ്, ഷീബ ഗിരീശൻ എന്നിവർ സംസാരിച്ചു.
ചെമ്പട്ടണിഞ്ഞ് ഉറഞ്ഞുതുള്ളി ശ്രീ കുരുമ്പക്കാവിലേക്ക് ഇരമ്പിക്കയറുന്ന കോമരക്കൂട്ടങ്ങൾക്കായി ക്ഷേത്ര സങ്കേതത്തിലെ അവകാശത്തറകൾ ഒരുങ്ങി. വലിയ തമ്പുരാൻ എഴുന്നള്ളുന്ന കിഴക്കേ നട പന്തലിനോട് ചേർന്നുള്ള നിലപാട് തറയാണ് ഏറ്റവും പ്രധാനം. കാവു തീണ്ടാൻ അനുമതി ലഭിച്ചാൽ പടിഞ്ഞാറേ നടയിൽ ആദ്യം കാവു തീണ്ടുന്നത് പാലക്കൽ വേലനാണ്. ഈ അവകാശം നിർവഹിച്ചു വരുന്നത് അരാക്കുളം ചിറക്കൽ ദേവിദാസനാണ്. അശ്വതി നാളിലെ തൃച്ചന്ദന ചാർത്ത് പൂജകൾ പൂർത്തിയാകുന്നതോടെ വലിയ തമ്പുരാനും പരിവാരങ്ങളും നിലപാട് തറയിൽ എഴുന്നള്ളിയാണ് അശ്വതി കാവു തീണ്ടലിന് അനുമതി നൽകുക. ഇതോടെയാണ് കോമരക്കൂട്ടങ്ങളും ഭക്തജനങ്ങളും കാവു തീണ്ടൽ നടത്തുക. തിരുവോണ നാളിലെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കഴിഞ്ഞതോടെ കോമരക്കൂട്ടങ്ങൾ തമ്പടിച്ചു തുടങ്ങിയ കിഴക്കേ നടയിലെ വടക്കേടത്തു മഠത്തിനും അശ്വതി നാളിലെ ആചാരങ്ങളിൽ നിർണായക സ്ഥാനമാണുള്ളത്. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന ആയിരക്കണക്കിന് കോമരക്കൂട്ടങ്ങളാണ് വടക്കേടത്ത് മഠത്തിലെത്തുക. ആദ്യമായി ഭരണിക്കെത്തുന്ന കോമരം ഉറഞ്ഞുതുള്ളി വെട്ടിത്തെളിയുന്നത് ഇവിടെ വച്ചാണ്. മഠത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പ്രധാന വെളിച്ചപ്പാട് പൂജിച്ചു നൽകുന്ന പള്ളിവാളുമേന്തി ഉച്ചയോടെയാണ് മഠത്തിലെ കാരണവരോടൊപ്പം ശ്രീ കുരുമ്പക്കാവിലേക്ക് കോമരക്കൂട്ടങ്ങൾ എഴുന്നള്ളുക. ഭഗവതിക്ക് ചികിത്സ വിധിക്കുവാൻ ഭിഷഗ്വരൻ പാലക്കൽ വേലനും അശ്വതി നാളിൽ ശ്രീ കുരുമ്പക്കാവിൽ എഴുന്നള്ളും. കാവു തീണ്ടാൻ അനുമതി ലഭിച്ചാൽ പടിഞ്ഞാറേ നടയിൽ ആദ്യം കാവു തീണ്ടുന്നത് പാലക്കൽ വേലനാണ്. ഈ അവകാശം നിർവഹിച്ചു വരുന്നത് അരാക്കുളം ചിറക്കൽ ദേവിദാസനാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ BJP ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണന് സീറ്റില്ല. ഡോക്ടർ വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. സുതാര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും സ്വീകരിച്ചു വരുന്നു. UDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ CPM ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചതിനെതിരെ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.